ഹലോ ഗൈസ്, ഒരു ചെറിയ മുറി ചക്ക കഷ്ണം ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കണ്ടപ്പോൾ ചക്കട ഉണ്ടാക്കിയല്ലോ തോന്നി. അങ്ങനെ ഞങ്ങൾ ചക്കട ഉണ്ടാക്കാൻ വേണ്ടി പോവാണേ. അതിനെ ഇല മുറിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. ഞാൻ ഒറ്റയ്ക്കല്ല, അശ്വനും പൊന്നും കൂടെ ഉണ്ട് കേട്ടോ. പൊന്നുവിന് ചക്കട ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞു. അപ്പോൾ അത് ഉണ്ടാക്കാൻ ഏറ്റവും മുന്നിൽ അവളാണേ. അങ്ങനെ ഞങ്ങൾ ഇലയൊക്കെ മുറിച്ചു. ചക്കട ഉണ്ടാക്കുന്നതിൻ്റെ ആവേശത്തിൽ അശ്വൻ നല്ല പാട്ടൊക്കെ പാടുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ചക്കയമ്മയ്ക്ക് കടന്നു കേട്ടോ. ചക്ക കുറച്ച് പണിയാണെങ്കിലും എങ്ങനെയൊക്കെ ഞങ്ങൾ സെറ്റാക്കി എടുത്തു കേട്ടോ. ചക്ക വരട്ടാനൊന്നും നിന്നിട്ടില്ല, അതിനുള്ള സമയമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ വേഗം പരിപാടിക്ക് നോക്കി. 4 മണിക്ക് ചായ കുടിച്ച് കഴിഞ്ഞതാണ്. അപ്പോൾ പിന്നെ ഇത് ആയി വരുമ്പോഴേക്കും 7-7:30 ആവും. അപ്പോൾ കഴിക്കാം. അങ്ങനെ വൈകുന്നേരത്തെ സ്ഥിരം പരിപാടി നമ്മുടെ ടിൻറ്റു എത്തിയിട്ടുണ്ട്. അശ്വൻ ഷട്ടിൽ കളിക്കുന്നുണ്ട്. ടിൻറ്റുവിൻ്റെ വീട് ഇവിടെ നേരെ ഓപ്പോസിറ്റുള്ള വീടാണ് കേട്ടോ. അപ്പോൾ അവളെപ്പോഴും വൈകുന്നേരം ആയാൽ വരും നമ്മൾ ദേവട്ടനെ എടുക്കാനൊക്കെ. പിന്നെ തേങ്ങയൊക്കെ സെറ്റാക്കണേ. തേങ്ങ ദോശയ്ക്ക് വേണ്ടിയിട്ട് ചിരകിയതാണ് കേട്ടോ. അപ്പോൾ ദോശ ക്യാൻസൽ ചെയ്തപ്പോൾ ചക്കടേക്ക് ഇടുകയാണ് കേട്ടോ. ഇരിക്കട്ടെ എല്ലാം. ചക്ക കിട്ടുമ്പോഴൊക്കെ വിചാരിക്കും ഓരോ ഐറ്റംസൊക്കെ ഉണ്ടാക്കണമെന്ന്. പക്ഷേ ഭയങ്കര മടിയാണ്. വീട്ടിലാവുമ്പോൾ അച്ഛമ്മയൊക്കെ എങ്ങനെ ഉണ്ടാക്കി തന്നതല്ലേ. ഇപ്പോൾ സ്വന്തമായിട്ട് പണിയെടുത്ത് കഴിക്കുക ഭയങ്കര മടി. അങ്ങനെ അതൊക്കെ സെറ്റാക്കി ഇതാ ആവിക്ക് കയറ്റിയാണ് കേട്ടോ. അപ്പോൾ സംഭവം എല്ലാം സെറ്റാക്കി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി അത് തന്നെ അങ്ങ് ആയിക്കോളും. അത് കഴിഞ്ഞ് ഞങ്ങൾ ഉമ്മറത്ത് പോയിട്ടുണ്ട്. കുറച്ച് നേരം ഷട്ടിൽ കഴിച്ചു കേട്ടോ. അപ്പോഴേക്ക് പിന്നെ അമ്മ അമ്പലത്തിൽ പോയിട്ട് കുറച്ച് പായസം കൊടുത്തിരുന്നു. അങ്ങനെ അതും കഴിച്ച് പിന്നെ അതാ ഇവിടെ ചെന്ന് നോക്കി. സംഭവം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇലന്നൊക്കെ വിട്ടിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളതൊക്കെ എടുത്ത് കഴിക്കാൻ നോക്കുകയാണ്. കുഴപ്പമില്ലായിരുന്നു, നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.